Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുടുംബനാഥന് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ നിലമ്പൂർ സ്വദേശികളായ കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമുള്ള ബാറിന് സമീപത്തു കൂടിയുള്ള റോഡിലാണ് ആക്രമണമുണ്ടായത്. നിലമ്പൂർ ഫെയർലാൻഡ് തിയേറ്ററിൽ നിന്നും സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് ആക്രമണത്തിനിരയായ നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമുള്ള വീട്ടമ്മ പറഞ്ഞു. ഭർത്താവും മോനും മരുമകളും ചെറിയ കുട്ടിയും ഉൾപ്പെടെ 5 പേരാണ് തങ്ങളുടെ കാറിലുണ്ടായിരുന്നത്. വീട്ടിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് ഒരു കാർ റോഡ് ബ്ലോക്കാക്കി നിർത്തിയിട്ടിരുന്നു. ഇത് കണ്ട് ഹോണടിക്കുകയും കാർ ഒരു ഭാഗത്തേക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കാറിലുള്ളവർ ഇതിന് തയ്യാറായില്ല. ഇതോടെ തന്റെ ഭർത്താവ് വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഇതോടെ നിർത്തിയിട്ട കാർ തങ്ങളുടെ വിലങ്ങായിടുകയും ഭർത്താവിനെ കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഇത് തടയാൻ മകൻ ശ്രമിക്കുന്നതിനിടയിൽ ബിയർ കുപ്പി കൊണ്ട് തന്റെ മകനെ കുത്താൻ ശ്രമിച്ചു. താൻ മകനെ തള്ളിമാറ്റി കുപ്പി വട്ടം പിടിച്ചു വാങ്ങിയാണ് വലിയ അപകടം ഒഴിവാക്കിയത്. മകന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. അവർ പോയ ശേഷം തിരച്ചിൽ നടത്തിയപ്പോൾ മാലയുടെ ഒരു ഭാഗം തിരിച്ചു കിട്ടി. കുരിശുൾപ്പെടെ പകുതിയോളം ഭാഗം നഷ്ടപ്പെട്ടു. ആക്രമണത്തിനിടയിൽ തങ്ങളുടെ കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തുവെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ കുടുംബസമേതം സിനിമയ്ക്ക് പോയതായിരുന്നു. സിനിമ കഴിഞ്ഞ് 12 മണിയായപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഈ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൻ്റെ അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോടെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഓൺ അടിച്ചിട്ട് ഇവർ വണ്ടി മാറ്റിയില്ല. വണ്ടി മാറ്റാതെ ഞങ്ങൾ ഒരു കഷ്ടിച്ച് ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിച്ചിട്ട് ചോദിച്ച്, എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച്, നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാതെ എത്ര പ്രാവശ്യം ഓൺ അടിച്ചു എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവർ അന്നേരത്തേനും അവരുടെ വണ്ടിയിൽ നിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വിലങ്ങിട്ടിട്ട് അവിടുന്ന് ഒരാൾ ഇറങ്ങി വന്നിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ച് വെച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ട് അടിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു. അവിടെ അടിച്ച് ആകെ മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാല ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കഴുത്തിൽ. ആ മാല പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കുരിശുമില്ല, അതിൻ്റെ കുഴയില്ല. ഒരു 1.5 പവൻ്റെ മാലയായിരുന്നു. ഇപ്പോൾ ഒരു പവൻ്റെ കഷ്ടിയെ കയ്യിലുള്ളൂ. ബാക്കി മുഴുവൻ അവിടെ പൊട്ടി ചെതറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെ എല്ലാം പിടിച്ച് മാറ്റി. എൻ്റെ ചെറിയൊരു 3 വയസ്സുള്ള കൊച്ചും എൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫും അതിനകത്തുണ്ടായിരുന്നു, വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഇവർ വന്ന് ഡോർ തുറക്കുക, അടയ്ക്കുക, ഭയങ്കര ബഹളം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വട്ടം പിടിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പോയിട്ടൊരു ബിയറിൻ്റെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വന്നേച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അമ്മയൊക്കെ ഇല്ലേ, നീ ഇപ്പോൾ കുത്തിയാൽ അവനല്ല കൊള്ളുന്നത്, എനിക്കാ കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഒരുപാട് മാറ്റി. അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി. എൻ്റെ തലമുടിക്കൊക്കെ പിടിച്ച് വലിച്ച് ആകെ നാശ, കൈയെല്ലാം പൊട്ടി. ഒരുവിധമാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഭർത്താവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തനിക്കും കൈക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ആക്രമിച്ചവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും നിലമ്പൂർ സ്വദേശികളാണെന്നും ഇവർ പറഞ്ഞു. ഒരു 10 മിനിറ്റ് നേരം അവനെ മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് അവൻ്റെ കുപ്പി തന്നത്. കുപ്പി ഞാൻ മേടിച്ച ദേഷ്യത്തിന് അവനൊരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കുത്തി പൊട്ടിച്ചു ഉടച്ചിട്ട്, എന്നിട്ട് അവൻ പറഞ്ഞു, മക്കളെയും വിളിച്ചോണ്ട് പോക്കോ, മക്കളെ വേണമെങ്കിൽ മക്കളെയും വിളിച്ചോണ്ട് പോക്കോ. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങളാകെ എൻ്റെ ചെറിയ കൊച്ചും മരുമോളും അതിനകത്തുള്ള കാരണം ഞങ്ങൾക്ക് ആർക്കും വല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. അവരെ വലിച്ച് പുറത്തിടുമോ എന്നുള്ള പേടിയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലാതെയായി പോയി. ഭയങ്കര ആകെ പേടിച്ച് വിറച്ചു പോയി. ഞങ്ങൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടി കാണുന്നതും അനുഭവിക്കുന്നതും. ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ വീണ്ടും പോയേക്കുന്നത്. നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇന്നലെ അനുഭവപ്പെട്ടത്. സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം ഗൗരവതരമാണെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരു കുടുംബം, അതായത് കൈക്കുഞ്ഞടക്കമുള്ള ഒരു കുടുംബത്തിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം, ഒരു സ്ഥിതി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ ഈ കുടുംബം ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു. അവർ തിരിച്ചു പോയി. ഇന്ന് വീണ്ടും അവർക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു അക്രമം
നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും അവർക്കുണ്ടായ ആ പ്രശ്നത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നും അവർ ഏതറ്റം വരെ പോകുന്നോ അതിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ആക്രമണം നടത്തിയവർ തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തവരാണെന്നാണ് ആക്രമണത്തിനിരയായ കുടുംബം പറയുന്നത്. ഇവരുടെ പരാതിയിൽ മൊഴിയെടുത്ത ശേഷം നിലമ്പൂർ പോലീസ് കേസെടുത്തു. തങ്ങൾക്കു നേരെ ആക്രമണം ഇനിയും ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.